കേട്ടറ്റ് പരീക്ഷയിലും അതുപോലെ PSC പരീക്ഷയിലും സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മലയാളം. ഈ ഭാഗങ്ങൾ അല്പസ്വല്പം മനഃപ്പാഠമാക്കിയിട്ട് പരീക്ഷയിൽ പങ്കെടുക്കുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാർക്ക് നേടുവാൻ പലർക്കും സാധിക്കുന്നില്ല. ഇനി അത്തരമൊരു പ്രശ്നമുണ്ടാവരുത്. മലയാള ഭാഷ സംബന്ധമായിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു ക്ലാസ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇനി കേട്ടറ്റ് പരീക്ഷ എഴുതുമ്പോൾ മലയാളത്തിൽ നമുക്ക് 40 മാർക്ക് നേടാൻ സാധിക്കണം. PSC പരീക്ഷയിലും നമുക്ക് ആ മലയാളം സംബന്ധമായ മുഴുവൻ മാർക്ക് നമുക്ക് നേടാൻ സാധിക്കേണ്ടതുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് അടിസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ഭാഗം ഏതാണ്? നമുക്കറിയാം, ഒരു വാചകം ഉണ്ടാകുന്നത് കുറേ വാക്കുകൾ ചേർന്നിട്ടാണ് ഒരു വാചകം ഉണ്ടാകുന്നത്. ഈ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? കുറേ അക്ഷരങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു വാക്ക് ഉണ്ടാകുന്നത്. ഈ അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. വർണ്ണം ചേർന്നുകൊണ്ടാണ് അക്ഷരമുണ്ടാവുന്നത്. അക്ഷരങ്ങൾ ചേർന്നുകൊണ്ടാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. വാക്കുകൾ ചേർന്നുകൊണ്ടാണ് വാചകങ്ങളും വാക്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നത്. നമുക്കറിയാമല്ലോ, ഇതാണ് നമ്മൾ പഠിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. വിഭജിക്കാനാകാത്ത ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് വർണ്ണം. സാധാരണഗതിയിൽ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ അക്ഷരമാണ് നമ്മൾ ആദ്യം പഠിക്കാറുള്ളത്. അക്ഷരത്തെക്കാളും ചെറിയ ഒരു ഘടകമുണ്ട്, അതാണ് വർണ്ണം. വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നല്ലൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന ഏറ്റവും ചെറിയ ശാബ്ദിക ഘടകമാണ് അക്ഷരം. ഇപ്പോൾ മ പ്ലസ് ആ, ഈ വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് മ എന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അക്ഷരമല്ല, അതിനേക്കാൾ ചെറിയ ഒരു ഭാഗമുണ്ട്, അതാണ് വർണ്ണം. ത എന്നുണ്ടായത് എങ്ങനെയാണ്? ത് പ്ലസ് ആ ആണ് ത. ത് പ്ലസ് ഉ അതാണ് തു. ക പ്ലസ് ഇ അതാണ് കി. അപ്പോൾ വർണ്ണം അത് ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ലിപികളെ കുറിച്ച് പറയാം. എന്താണ് ലിപികൾ? ഇപ്പോൾ വർണ്ണങ്ങളെക്കുറിച്ചും അക്ഷരങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ വർണ്ണങ്ങളെയും അക്ഷരങ്ങളെയും ആലേഖനം ചെയ്യാനുള്ളവയാണ് ലിപികൾ. അഥവാ ഈ വർണ്ണങ്ങളും അക്ഷരങ്ങളും ഒക്കെ എഴുതാനുള്ളവയാണ് ലിപികൾ. ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷകൾക്കും ലിപി സംവിധാനമുണ്ട്. ഇന്ത്യയുടെ അഥവാ നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ മൂലലിപി ബ്രാഹ്മി ലിപിയാണ് എന്ന് കാണാൻ സാധിക്കും. അഥവാ പ്രാചീന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് എഴുതാനായി ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രാഹ്മി ലിപി. അശോകന്റെ ശിലാശാസനങ്ങളെ കുറിച്ച് അറിയാമല്ലോ. ആ ശിലാശാസനങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മി ലിപിയാണ് അഥവാ ബ്രാഹ്മി ലിപിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അശോക ലിപി എന്നും വിളിക്കുന്നുണ്ട്. ഹിന്ദി പോലെയുള്ള ഭാഷകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവയെല്ലാം എഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. പ്രത്യേകം മനഃപ്പാഠമാക്കുക, ഏത് ഭാഷയിൽ അല്ലെങ്കിൽ ഏത് ലിപിയിലാണ് ഹിന്ദി തുടങ്ങിയ ഭാഷകൾ എഴുതുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ദേവനാഗരി ലിപിയിലാണ്. ഇംഗ്ലീഷ് ഭാഷ സ്വീകരിച്ചിരിക്കുന്നത് വർണ്ണലിപിയാണ്. വർണ്ണലിപിയിലാണ് ഇംഗ്ലീഷ് ഭാഷ ആലേഖനം ചെയ്യുന്നത്. മലയാള ഭാഷയോ? മലയാള ഭാഷയുടെ ലിപി അക്ഷരലിപിയാണ്. അക്ഷരലിപി. ഈ അക്ഷരലിപിക്ക് വേറെയും ചില പേരുകളുണ്ട്. ആര്യ എഴുത്ത്, ഗ്രന്ഥലിപി. മനഃപ്പാഠമാക്കുക. മലയാളം സംബന്ധമായിട്ടുള്ള പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാള ഭാഷയുടെ ലിപിയാണ് അക്ഷരലിപി. ഈ അക്ഷരലിപി വേറെയും 2 പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ആര്യ എഴുത്ത്, ഗ്രന്ഥലിപി. സ്വന്തമായിട്ട് ഒരു ലിപി ഇല്ലാത്തൊരു ഭാഷയുണ്ട്, അതാണ് സംസ്കൃതം. സംസ്കൃതത്തിന് സ്വന്തമായിട്ടൊരു ലിപിയില്ല. അത് എഴുതുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ് അത് എഴുതുന്നത്. അപ്പൊ സംസ്കൃതത്തിന് സ്വന്തമായി ലിപിയില്ല, അത് എഴുതുന്നത് ദേവനാഗരി ലിപിയിലാണ്. ഇനി നമുക്ക് മലയാളത്തിലെ അക്ഷരങ്ങളെ പരിചയപ്പെടാം. മലയാള അക്ഷരങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ആ അക്ഷരങ്ങളെ പലതായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവയുടെ പേരുകൾ എന്നൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.
സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ഇങ്ങനെ നമുക്ക് മലയാള ഭാഷയിലെ അക്ഷരങ്ങളെ വേർതിരിക്കാം. എന്താണ് സ്വരാക്ഷരങ്ങൾ? സ്വയം ഉച്ചാരണക്ഷമങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. അവയെ സ്വയം തന്നെ ഉച്ചരിക്കാൻ സാധിക്കും. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരസഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സ്വരാക്ഷരങ്ങൾ സ്വയം ഉച്ചാരണക്ഷമങ്ങളാണ്, എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങളോ സ്വരസഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്നവയാണ്. ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളെ കുറിച്ച് പ്രത്യേകമായി നോക്കാം. ഏതെല്ലാമാണ് ഈ സ്വരാക്ഷരങ്ങൾ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഔ. ഇവയാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ. ഈ സ്വരാക്ഷരങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്ന് സമാനാക്ഷരങ്ങൾ, രണ്ട് സന്ധ്യക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളുടെ രണ്ട് വിഭാഗമാണ് സമാനാക്ഷരങ്ങളും സന്ധ്യക്ഷരങ്ങളും. ഏതാണ് സമാനാക്ഷരങ്ങൾ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ. ആ മുതൽ ഇർ വരെയുള്ള ഈ അക്ഷരങ്ങളെയാണ് സമാനാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള അക്ഷരങ്ങൾ അഥവാ എ, ഐ, ഒ, ഔ, ഈ അക്ഷരങ്ങളെയാണ് സന്ധ്യക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ആ മുതൽ ഔ വരെയുള്ളവയാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ആ മുതൽ ഇർ വരെയുള്ള ഭാഗത്തെ സമാനാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ എ മുതൽ ഔ വരെയുള്ളവയെ സന്ധ്യക്ഷരങ്ങൾ എന്നും പറയും. വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വരസഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി സ്വരാക്ഷരങ്ങളിൽപ്പെട്ട അ, ഇ, എ, അ, ഇ, എ എന്നിവയെ ചുട്ടെഴുത്തുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പേര് നമ്മൾ മനഃപ്പാഠമാക്കുക. ഇവ ഓരോന്നിനും ഒരു പേരുണ്ട്. ഈ പേരുകൾ ഏതൊക്കെയാണ്, ആ ഗണത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അവ നമ്മൾ മനഃപ്പാഠമാക്കുക. പരീക്ഷയിൽ ഒരുപക്ഷെ ചുട്ടെഴുത്തുകൾ ഏതെല്ലാം എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. അ, ഇ, എ ഇവയാണ് ചുട്ടെഴുത്തുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പറയാം. വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് പരിചിതമാണ്. കാക്ക, കാഖങ്ങ, ചാച്ച, ചാച്ചഞ്ഞ, ടാഠ, ഡാഠണ, ഇങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലി ചൊല്ലി പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഓരോ ഗ്രൂപ്പായിട്ടാണ് ഈ അക്ഷരങ്ങൾ. അഥവാ കായിൽ തുടങ്ങുന്ന അഞ്ചക്ഷരങ്ങൾ കാക്ക, കാഖങ്ങ, ഇതിനെ ക വർഗം എന്നാണ് പറയുക. അതുപോലെ ചായിൽ തുടങ്ങുന്ന അഞ്ചക്ഷരങ്ങൾ ചാച്ച, ചാച്ചഞ്ഞ, ഇത് ചവർഗം എന്നറിയപ്പെടും. ടാഠ, ഡാഠണ, ഇത് ടായിലാണല്ലോ. ഈ അഞ്ചക്ഷരങ്ങൾ ആദ്യത്തേത് ട ആണല്ലോ, അതുകൊണ്ട് ട വർഗം എന്നാണ് വിളിക്കുക. താധ, ദാധ, ന ഇവയെ ത വർഗം, ആദ്യത്തെ അക്ഷരം തായാണ്, അതുകൊണ്ട് ത വർഗം എന്നാണ് വിളിക്കുക. ത വർഗത്തിൽ എത്ര അക്ഷരങ്ങൾ? അഞ്ചക്ഷരങ്ങളാണുള്ളത്. ഏതെല്ലാമാണ്? താധ, ദാധ, ന. പാഭ, ബാഭ, മ എന്നത് പ വർഗം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കവർഗം, ചവർഗം എന്നൊക്കെ പേര് നൽകിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ അക്ഷരത്തെ നോക്കിയിട്ടാണ്. കവർഗം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് ക യിലാണ്. ക, ഖ, ഗ, ഘ, ങ ഈ അഞ്ചക്ഷരങ്ങളാണ് കവർഗം. ചവർഗം എന്ന് പറഞ്ഞാൽ ചായിൽ തുടങ്ങുന്ന ച, ഛ, ജ, ഛ, ഞ ഇവയാണ് ചവർഗം. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. ഏതാണ് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, അത് നമുക്ക് മനസ്സിലാക്കി. ഇനി ഈ ഓരോന്നിലും ഈ വർഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കവർഗത്തിലും ചവർഗത്തിലും അങ്ങനെ ഈ 5 വർഗങ്ങളിലും ഓരോന്നിലും 5 അക്ഷരങ്ങളാണ് ഉള്ളത്. അവ ഓരോന്നിനും ഓരോ പേരുണ്ട്. അതിൽ ഒന്നാമത്തെ അക്ഷരം, എല്ലാ വർഗങ്ങളിലെയും ഒന്നാമത്തെ അക്ഷരത്തെ ഖരം എന്നാണ് വിളിക്കുക. ക, ച, ട, ത, പ ഈ 5 അക്ഷരങ്ങളെയും ഖരം എന്നാണ് വിളിക്കുന്നത്. ഇനി എല്ലാ വർഗങ്ങളിലെയും രണ്ടാമത്തെ അക്ഷരം ഖ, ച, ഠ, ധ, ഭ ഈ അക്ഷരങ്ങളൊക്കെ അതിഖരം എന്ന് വിളിക്കുന്നു. പിന്നെ എല്ലാ വർഗങ്ങളിലെയും മൂന്നാമത്തെ അക്ഷരത്തെ മൃദു എന്നാണ് വിളിക്കുന്നത്. ഗ, ജ, ഢ, ദ, ബ. നാലാമത്തെ അക്ഷരത്തെ, എല്ലാ വർഗങ്ങളിലെയും നാലാമത്തെ അക്ഷരത്തെ ഘോഷം എന്ന് വിളിക്കുന്നു. ഘ, ഛ, ഠ, ദ, ധ, ഭ ഇവയെ ഘോഷം എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ അക്ഷരത്തെ അനുനാസികം എന്ന് വിളിക്കും. ങ, ഞ, ന, ന, മ. ഇങ്ങനെ ഈ 5 അക്ഷരങ്ങൾക്കും ഓരോ ഗ്രൂപ്പിലെയും ഓരോ വർഗത്തിലെയും ഓരോ അക്ഷരത്തിനും ഇങ്ങനെ ഓരോ പേരുണ്ട്. അപ്പോൾ ഓരോ അക്ഷരം ഏത് ഗണത്തിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ ഓർത്തു വെക്കുക. അതിനൊരു എളുപ്പ വഴി ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, അത് ആ ക്രമത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം.
എന്നിട്ട് ഓരോ അക്ഷരം പറയുമ്പോൾ ക ഖ ഗ ഘ ങ. ക ഒന്നാമത്തതാണ്, അപ്പോൾ അത് ഖരമായിരിക്കും. ഇനി ഘ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഘ എന്നത് രണ്ടാമത്തതാണ്, അപ്പോൾ അത് അതിഖരം എന്നതിലാണ് ഉൾപ്പെടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഓർത്ത് വെക്കണ ആദ്യം ക്രമത്തിൽ ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് ഓരോ വർഗത്തിലെയും അക്ഷരങ്ങളുടെ ക്രമം നമുക്കറിയാം. ഒന്നാമത്തെ അക്ഷരമാണോ രണ്ടാമത്തെ അക്ഷരമാണോ, ഇനി മൂന്നാമത്തെ അക്ഷരമാണ് ചോദിക്കുന്നത്, മൂന്നാമത്തത് മൃദു ആണ്. അപ്പോൾ മൃദു എന്ന് നമുക്ക് എളുപ്പം ഉത്തരം എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഈ അക്ഷരങ്ങളുടെ പേരുകൾ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഇനി അതിന് താഴെ അതിന് ശേഷം വരുന്ന അക്ഷരങ്ങളാണ് യ, ര, ല, വ തുടങ്ങിയ അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങളെ യ, ര, ല, വ ഈ അക്ഷരങ്ങളെ മധ്യമങ്ങൾ എന്നാണ് പറയുക. മധ്യമങ്ങൾ. ദ്രാവിഡ മധ്യമങ്ങൾ എന്ന 3 അക്ഷരങ്ങളുണ്ട്. ള, ഴ, റ. ള, ഴ, റ ഇതാണ് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഊഷ്മാക്കൾ എന്ന പേരിൽ 3 അക്ഷരങ്ങളുണ്ട്. അതാണ് ശ, ഷ, സ. ശ, ഷ, സ. ഘോഷി എന്ന പേരിൽ ഒരക്ഷരവും, അതാണ് ഹ. ഹ. അപ്പോൾ മലയാള ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു ചോദ്യം ചോദിക്കാം, അനുനാസികങ്ങൾ ഏതെല്ലാം? അനുനാസികം എന്ന് പറയുമ്പോൾ അത് വായു കൊണ്ടും മൂക്കുകൊണ്ടും കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അനുനാസികം. ഇപ്പോൾ ങ എന്ന് പറയുമ്പോൾ അതിന് വായും വേണം മൂക്കും വേണം, രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ഉച്ചരിക്കുന്നത്. അപ്പോൾ അനുനാസികങ്ങൾ ഏതെല്ലാം? അത് നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും, നമുക്കത് എളുപ്പം ഉത്തരം എഴുതാൻ സാധിക്കും. അതായത് കാക്ക കാക്കങ്ങ, ചാച്ച ചാച്ചഞ്ഞ, അങ്ങനെ അങ്ങ് ചൊല്ലി നോക്കിയിട്ട് എല്ലാറ്റിൻ്റെയും അവസാനം വരുന്നത് ഏതാണ്, ഓരോ വർഗത്തിൻ്റെ അവസാനം വരുന്നത് ഏതാണ് എന്ന് ഓർത്ത് വെച്ചാൽ അനുനാസികങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അല്ലാതെ ആ അക്ഷരങ്ങളെ മാത്രമായിട്ട് നമ്മൾ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചാൽ സാധിച്ചു എന്ന് വരില്ല. ഇങ്ങനെ മലയാള ഭാഷയിലെ ഓരോ അക്ഷരവും ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു, എന്താണ് അവയുടെ പേരുകൾ എന്ന് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. കേട്ടറ്റ് പരീക്ഷയിൽ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിക്കൊണ്ട്, ഒരു സാമ്പിൾ ആയിക്കൊണ്ട് 2019 ഫെബ്രുവരിയിൽ നടന്ന കാറ്റഗറി 3യിലെ ഒരു ചോദ്യം ഞാനിവിടെ കാണിക്കുകയാണ്. ഇത് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ എന്ന് കരുതരുത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘോഷാക്ഷരം ഏത് എന്നാണ് ചോദ്യം. ഘോഷം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്ന അക്ഷരം ഏതാണ് എന്നാണ് ചോദ്യം. ഡ, സ, ഝ, ഭ ഇതിൽ ഏതാണ് ഘോഷാക്ഷരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോ വിഭാഗത്തെക്കുറിച്ചും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇതിൽ സി ആണ് ശരിയായ ഉത്തരം. ഇവിടെ ബി ആണ് ശരി എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പെട്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി ഇവിടെ നൽകിയിരിക്കുന്നത്. ത, സ എന്നിവ ചേർത്ത് സ എന്ന അക്ഷരമാണ് ബി ആയി നൽകിയിരിക്കുന്നത്. അത് അല്ല, സി ആണ് ശരിയായ ഉത്തരമെന്ന് നമുക്കറിയാം. അതാണ് ഘോഷം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ പരീക്ഷയിൽ ഇതാണ് ചോദിച്ചെങ്കിൽ മറ്റൊരു പരീക്ഷയിൽ മറ്റൊരു വിഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് ഓരോ അക്ഷരവും ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു എന്നത് നമ്മൾ മനഃപ്പാഠമാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അക്ഷരങ്ങളെ അവയുടെ ഉച്ചാരണം അനുസരിച്ചുകൊണ്ട് നമുക്ക് പലതായിട്ട് വിഭജിക്കാം. പ്രധാനമായും 5 വിഭാഗമായിട്ടാണ് നമുക്ക് അക്ഷരങ്ങളെ അവയുടെ ഉച്ചാരണം അനുസരിച്ചുകൊണ്ട് വിഭജിക്കാൻ സാധിക്കുന്നത്. കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ഠ്യം. ഓരോ ഗണത്തിലും ഏതെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ഠ്യം എന്ന ഗണത്തിൽ അ, ആ, ഹ, പിന്നെ കവർഗം. കവർഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ക, ഖ, ഗ, ഘ, ങ ഇതാണ് കവർഗം. ഈ കവർഗവും അ, ആ, ഹ ഇവയുമാണ് കണ്ഠ്യം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവ. രണ്ടാമത്തെ വിഭാഗമാണ് താലവ്യം. താലവ്യം എന്ന ഗണത്തിൽ ഇ, ഈ, യ, ഷ പിന്നെ ചവർഗം ഇവയാണ് താലവ്യം. ഈ, യ, ഷ, ചവർഗം. പിന്നെ മൂർധന്യം. മൂർധന്യം എന്നതിൽ ഇർ, ര, ഷ, ള, ഴ, റ അതോടൊപ്പം ടവർഗവും. ദന്ത്യം എന്ന ഗണത്തിൽ ല, സ പിന്നെ തവർഗം. ഓഷ്ഠ്യം ഉ, ഊ, വ, പവർഗം. ഇനി നമുക്ക് ചില്ലുകളെ കുറിച്ച് അഥവാ ചില്ലക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ എന്ന് പറയുന്നത്. ഇൻ, ഇൽ,
ഇർ ഇൺ ഇൾ. ഇതാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ. ഇൻ ഇൽ ഇർ ഇൺ ഇൾ. ഇനി അനുസാരത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് അനുസാരം? ഇപ്പോൾ വരം, കേരം ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ര എന്ന വാക്ക് രം എന്നായത് നമുക്കറിയാമല്ലോ. രം എന്നായത് എങ്ങനെയാണ്? ര എന്നതിന് ശേഷം ഒരു പൂജ്യം ചേർത്തിരിക്കുകയാണ്. ഈ പൂജ്യം പോലുള്ള ഈ ചിഹ്നത്തെയാണ് അനുസാരം എന്ന് പറയുന്നത്. ര എന്നത് രം എന്നാക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്ന ആ വട്ടത്തിലുള്ള പൂജ്യം പോലെയുള്ള ആ ചിഹ്നത്തെയാണ് അനുസാരം എന്ന് പറയുന്നത്. ഇത് മ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉച്ചാരണം വരുന്നത്. ര എന്നതിന് ശേഷം ഈ അനുസാരം ചേർക്കുമ്പോൾ രം എന്ന് പറയുന്ന ഒരു സൗണ്ടാണ് വരുന്നത്. അഥവാ മകാരം മ എന്ന സൗണ്ട് തന്നെയാണ് അതുവഴി ഉണ്ടാകുന്നത്. ഇതാണ് അനുസാരം. ഇത് സംസ്കൃതത്തിൽ നിന്നും സ്വീകരിച്ച ഒരു വർണ്ണമാണ്. ഇത് സംസ്കൃതത്തിൽ നിന്നാണ് അനുസാരം എന്ന വർണ്ണം മലയാളത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വചനത്തെക്കുറിച്ച് പഠിക്കാം. ഏകവചനം, ബഹുവചനം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ലൊരു ഭാഷയിൽ നമ്മളത് പറയുകയാണെങ്കിൽ വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. വസ്തു ഒന്നാണോ ഒന്നിലേറെ ഉണ്ടോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. സംസ്കൃതം അതുപോലെ അറബി പോലുള്ള ഭാഷകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അതിലൊക്കെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെ 3 എണ്ണമുണ്ട്. എന്നാൽ മലയാളത്തിൽ ഏകവചനവും ബഹുവചനവും മാത്രമേ ഉള്ളൂ. ദ്വിവചനം ഇല്ല. ഏകവചനത്തെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അത് നമുക്ക് ഏവർക്കും വളരെ പരിചിതമാണ്. ബഹുവചനത്തെക്കുറിച്ചാണ് അല്പം പറയാനുള്ളത്. ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് ബഹുവചനം. എങ്ങനെയാണ് ബഹുവചനം ഉണ്ടാക്കുന്നത്? ഒരു ഏകവചന പദത്തിൻ്റെ അവസാനത്തിൽ മാർ, അർ, കൾ ഇത്തരം പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ടാണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. മാർ, അർ, കൾ. ഉദാഹരണം പറയും, വിദ്യാർത്ഥി എന്നതിലേക്ക് കൾ എന്ന് ചേർക്കുന്നു, വിദ്യാർത്ഥികൾ. അവർ, അവൻ എന്നതിലേക്ക് എർ എന്ന് ചേർത്ത് അവർ എന്നാക്കി, അല്ലെങ്കിൽ അവന്മാർ അങ്ങനെയും ആക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ടാണ് ബഹുവചനങ്ങൾ ഉണ്ടാക്കുന്നത്. ബഹുവചനങ്ങളെ നമുക്ക് 4 തരമായിട്ട് വേർതിരിക്കാം. അതിലൊന്നാണ് സലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, അഥവാ ഒരു ലിംഗത്തിൽപ്പെട്ടവയെ കുറിച്ച് മാത്രം പറയുന്ന ബഹുവചനങ്ങൾ. ഒരുപക്ഷെ സ്ത്രീകളെക്കുറിച്ച് മാത്രമാവാം, അഥവാ സ്ത്രീലിംഗത്തിൽപ്പെട്ടവ മാത്രം, അഥവാ സ്ത്രീകൾ. അത് സ്ത്രീലിംഗത്തിൽപ്പെട്ടവയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ബഹുവചന വാക്കാണല്ലോ സ്ത്രീകൾ. ഇനി പുല്ലിംഗത്തിൽപ്പെട്ടവയെ മാത്രം ഉദ്ദേശിക്കുന്നവയാവാം, പുരുഷന്മാർ. ഇങ്ങനെ സ്ത്രീലിംഗത്തിലോ പുല്ലിംഗത്തിലോ നപുംസക ലിംഗത്തിലോ പെട്ട ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സലിംഗ ബഹുവചനം. രണ്ടാമത്തതാണ് സാമാന്യ ലിംഗ ബഹുവചനം. അതിനെ നമുക്ക് അലിംഗ ബഹുവചനം എന്നുകൂടി പറയാം. ഇത് സ്ത്രീ പുരുഷന്മാരെ ഉൾപ്പെടുത്തി പൊതുവെ പറയുന്ന വാക്കുകളാണ്. ഇപ്പോൾ ബംഗാളികൾ എന്ന് പറയുമ്പോൾ അതിൽ ആണും പെട്ടു പെണ്ണും പെട്ടു. തൊഴിലാളികൾ, മിടുക്കർ, ഇതിലൊക്കെ സ്ത്രീ പുരുഷന്മാരെ ഉൾപ്പെടുത്തിയിട്ട് പൊതുവെ പറയുന്ന വാക്കാണ്. അഥവാ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം കാണിക്കാതെ ആണിനെയും പെണ്ണിനെയും ചേർത്തുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ബംഗാളികൾ, തൊഴിലാളികൾ, മിടുക്കർ. ഇവയാണ് സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ തരമാണ് നപുംസക ബഹുവചനം. ഇവിടെ നപുംസക പദങ്ങളുടെ ബഹുത്വമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ പെട്ടികൾ, അത് ആണ് പെണ്ണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടികൾ, ജോലികൾ, മലകൾ, ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റില്ല. ഇത്തരം ബഹുവചന വാക്കുകളെയാണ് നപുംസക ബഹുവചനം എന്ന് പറയുന്നത്. നാലാമത്തതാണ് പൂജക ബഹുവചനം. ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ വസ്തുക്കളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ പറയുന്നവയാണ് എന്നറിയാമല്ലോ. എന്നാൽ പൂജക ബഹുവചനം അങ്ങനെയല്ല. അത് ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണ് പൂജക ബഹുവചനം. ഒരു വ്യക്തിയെ തന്നെ ആദരപൂർവ്വം പരാമർശിക്കുന്നതിനുള്ള ബഹുവചന രൂപമാണ് പൂജക ബഹുവചനം. ഇപ്പോൾ ഗുരുക്കൾ, ഗുരു എന്നതിൻ്റെ ബഹുവചനമാണ് ഗുരുക്കൾ എന്ന് നമുക്ക് തോന്നാം. ശരിയാണ്. പക്ഷേ അത് ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗുരുക്കൾ.
ഇങ്ങനെ ഒരു വ്യക്തിയെ തന്നെ ആദരപൂർവ്വം പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപത്തെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെൻസിനെ കുറിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ടെൻസിനെ കുറിച്ചാണല്ലോ പലപ്പോഴും ആദ്യം പഠിക്കാറുള്ളത്. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം. വളരെ ലളിതമായ ഒരു ആശയമാണ് ഈ കാലം അഥവാ ടെൻസ് എന്നത്. 3 കാലമാണുള്ളത്: കഴിഞ്ഞ കാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, ഇനി വരാനിരിക്കുന്ന കാലം. ഇങ്ങനെ 3 കാലമാണുള്ളത്. അത് കഴിഞ്ഞ കാലത്തെ നമ്മൾ ഭൂതകാലം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ വർത്തമാനകാലം എന്ന് വിളിക്കുന്നു. ഇനി വരാനിരിക്കുന്നതിനെ ഭാവി കാലം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു നല്ല വാചകത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ക്രിയ നടന്ന സമയത്തെ കാണിക്കുന്നതിന് ധാതുവിന് വരുത്തുന്ന രൂപഭേദമാണ് കാലം. ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാതുവിന് വരുത്തുന്ന രൂപഭേദമാണ് കാലം. കാലത്തെ നമുക്ക് 3 വേർതിരിക്കാം. ഒന്ന് ഭൂതകാലം. ഇംഗ്ലീഷിൽ അതിന് പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുക. ഭൂതകാലം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്, നടന്നു കഴിഞ്ഞ പ്രവൃത്തി. ഇപ്പോൾ എഴുതി, വന്നു, ഇതൊക്കെ കഴിഞ്ഞതാണല്ലോ, അതാണ് ഭൂതകാലം. ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഇപ്പോൾ നടക്കുന്ന ക്രിയ, അതിനെയാണ് വർത്തമാനകാലം അഥവാ പ്രസന്റ് ടെൻസ് എന്ന് നമ്മൾ പറയുന്നത്. എഴുതുന്നു, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എഴുതുന്നു, വരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ക്രിയ, അതാണ് ഭാവി കാലം അഥവാ ഫ്യൂച്ചർ ടെൻസ്. എഴുതും, വരും. ഇങ്ങനെ നമുക്ക് കാലത്തെ 3 വിധമായിട്ട് വേർതിരിക്കാം: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഇനി നമുക്ക് മലയാള ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. മലയാള ഭാഷയ്ക്ക് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കിയ ആദ്യ വ്യാകരണ കൃതി അഥവാ മലയാള ഭാഷയ്ക്ക് വേണ്ടി സയൻറ്റിഫിക്കായി തയ്യാറാക്കിയിട്ടുള്ള ആദ്യ ഗ്രാമർ പുസ്തകം, അത് മലയാള ഭാഷാ വ്യാകരണം എന്ന പുസ്തകമാണ്. മലയാള ഭാഷാ വ്യാകരണം. ഏറ്റവും രസകരമായ കാര്യം, ഇത് തയ്യാറാക്കിയത് ഒരു മലയാളിയല്ല, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് എഴുതിയത് മലയാളത്തിലുമായിരുന്നില്ല, ഇത് പൂർണ്ണമായും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് മലയാള ഭാഷാ വ്യാകരണം. 1851 ഈ മലയാള ഭാഷാ വ്യാകരണം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അത് തർജ്ജമ ചെയ്യുകയായിരുന്നു. ഗാർത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ട്രാൻസ്ലേഷൻ ചെയ്തത്. പിന്നീട് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മലയാളത്തിലെ ആദ്യ പാഠപുസ്തകമായ പദ്യമാല എഴുതിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. പദ്യമാല. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് വേറെയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് കേരളോൽപ്പത്തി, കേരളപ്പഴമ, പിന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, മലയാള രാജ്യം, പഴഞ്ചൊൽ മാല. ഇതൊക്കെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതെല്ലാം കേരളോൽപ്പത്തി, കേരളപ്പഴമ, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, മലയാള രാജ്യം, പഴഞ്ചൊൽ മാല. ഇത് നമ്മൾ മനഃപ്പാഠമാക്കുന്നത് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് അതൊക്കെ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയ ഗ്രാമർ പുസ്തകം, മലയാള ഭാഷാ വ്യാകരണം എന്ന പുസ്തകം, പദ്യമാല എന്ന ആദ്യ പാഠപുസ്തകം, അതൊക്കെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സംഭാവനകളാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി മലയാള ഭാഷാ വ്യാകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാള ഭാഷാ വ്യാകരണത്തിലെ പ്രാമാണിക ഗ്രന്ഥം, അത് കേരള പാണിനീയമാണ്. ആദ്യം എഴുതപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ അതൊരു പ്രാമാണിക ഗ്രന്ഥമല്ല. മലയാള ഭാഷാ വ്യാകരണത്തിലെ പ്രാമാണിക ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് കേരള പാണിനീയമാണ്. ഈ കേരള പാണിനീയം എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ. ഇതിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് 1896 പിന്നീട് അത് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കുകയുണ്ടായി 1917. ഈ കേരള പാണിനീയത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ റോയ് ആണ്. ഡോക്ടർ റോയ്. ഈ കേരള പാണിനീയം എന്ന പുസ്തകം എഴുതിയ AR രാജരാജവർമ്മ അറിയപ്പെടുന്നത് കേരള പാണിനി എന്നാണ്. അപ്പോൾ അത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്.
കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അദ്ദേഹമാണ് കേരള പാണിനീയം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അതൊരു വ്യാകരണ പുസ്തകമാണ്. ഈ മലയാള ഭാഷാ വ്യാകരണത്തിലെ പ്രാമാണിക ഗ്രന്ഥമാണ് കേരള പാണിനീയം. ഇനി നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടുന്ന മറ്റൊരു ഗ്രന്ഥമാണ് ലീലാതിലകം. ഭാഷാ വ്യാകരണത്തെക്കുറിച്ചും കാവ്യശാസ്ത്രത്തെക്കുറിച്ചും കേരളത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം. അതാണ് ലീലാതിലകത്തിന്റെ പ്രത്യേകത. ഭാഷാ വ്യാകരണത്തെക്കുറിച്ചും കാവ്യശാസ്ത്രത്തെക്കുറിച്ചും കേരളത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം അതാണ് ലീലാതിലകം. ഇത് രചിക്കപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ്. ലീലാതിലകം എന്നല്ല ഇതിന്റെ മുഴുവൻ പേര്, അല്പം കൂടി ദീർഘമാണ്. ലീലാതിലകം മണിപ്രവാള ലക്ഷണം, അതാണ് ആ ഗ്രന്ഥത്തിന്റെ മുഴുവൻ പേര്. അതിൽ മണിപ്രവാള ഭാഷയുടെയും പാട്ടിന്റെയും ലക്ഷണം നിർദ്ദേശിച്ചിരിക്കുകയാണ്. മണിപ്രവാള ഭാഷയുടെയും പാട്ടിന്റെയും ലക്ഷണം നിർദ്ദേശിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം. ഇതിൽ 8 അധ്യായങ്ങൾ അഥവാ 8 ശില്പങ്ങളാണുള്ളത്. അധ്യായങ്ങളെ ശില്പങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 8 ശില്പങ്ങളാണ് ലീലാതിലകത്തിലുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലല്ല, സംസ്കൃതത്തിലാണ്. കേരളത്തിലാണ് രചിക്കപ്പെട്ടതെങ്കിലും ഇത് എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. അതിനെ പലരും മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, പലരും മലയാളത്തിലേക്ക് അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലീലാതിലകത്തിന്റെ ആദ്യ ശില്പം അഥവാ ഒന്നാം അധ്യായം ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാനാണ്. 1909 അത്. അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാൻ ചെയ്തത് ഈ ലീലാതിലകത്തിന്റെ ആദ്യ അധ്യായം മാത്രമാണ് മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തത്. എന്നാൽ പിന്നീട് അത് പരിപൂർണമായി കൊണ്ട് തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അത് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ചെയ്തത്. ആറ്റൂർ കൃഷ്ണ പിഷാരടി 1917 കൃഷ്ണ പിഷാരടി ലീലാതിലകത്തെ സമ്പൂർണമായി കൊണ്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കേരളത്തിലെ മലയാള ഭാഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലീലാതിലകം വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം തന്നെയാണ്.